എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നന്ദ പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് പിങ്കിയാണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ എനിക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പുറത്തേക്ക് പോകുന്നത് ഗീതുവിനെ വിളിക്കാൻ. കാരണം ഗീതുവിനോട് പോയി പറയുന്നു, ഗീതു ഒരു റൂമിലേക്കൊന്ന് എൻ്റെ കൂടെ വരണം, അവിടെ ഒരു പേഷ്യൻറ്റ് കിടപ്പുണ്ട്, ആ പേഷ്യൻറ്റിനെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണം എന്ന് പറയും. അന്നേരെ നിന്ന് പരുങ്ങുന്നുണ്ട് ശരിക്കും ഗീതു. അതുപോലെ തന്നെ അകത്ത് പിങ്കിയും വലിയമ്മയും നല്ല ടെൻഷനിലാണ്. കാരണം ഗീതു കയറി വന്ന് ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്താകും, ഗൗതം ഇതെല്ലാം അറിയും. അന്നേരം നല്ല ടെൻഷനിലാണ് അവരും. നന്ദ കയറി വരുന്നത് വലിയമ്മ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കും. നേരം പറയുന്നുണ്ട്, ഗീതു ഈ ഹോസ്പിറ്റലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഗീതുവിനെ ഡോക്ടറിൻ്റെ വേഷത്തിൽ പോയി തടഞ്ഞത് പിങ്കിയാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, എനിക്കത് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഗീതുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിക്കും. ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഈ കിടക്കുന്ന ആളെ നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരെ നിന്നിങ്ങനെ പരിങ്ങി ആകെ ഇങ്ങനെ വിഷമിച്ച് എന്ത് പറയണം എന്നറിയാതെയൊക്കെ നിൽക്കുവാണ് ഗീതു കുറച്ച് നേരത്തേക്ക്. അന്നേരം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ സത്യം പറ ഗീതു, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. പുറകിൽ അതിബുദ്ധിമാനായ IPSകാരൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു വ്യക്തി നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടിട്ടില്ല എന്ന് ഒറ്റയടിക്ക് പറയാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിലാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി സമയം എടുക്കുന്നത്. അന്നേരം വീണ്ടും വീണ്ടും നന്ദ നിർബന്ധിക്കുമ്പോൾ ഇല്ല, ഈ ആളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഈ കുട്ടിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക, എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോവുക. അന്നേരം നന്ദ ഗീതു എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ അത് കേക്ക് പോലും ചെയ്യാതെ ഗീതു ഇറങ്ങി പോകുന്നു. ഇത്രയും കണ്ടിട്ടും ബാക്കിൽ ഒരു IPSകാരൻ നിൽപ്പുണ്ട്, അയാൾക്ക് യാതൊരു സംശയമില്ല കേട്ടോ. എന്തെങ്കിലും വല്യമ്മ ഇപ്പം നിനക്ക് മനസ്സമാധാനമായോ? ഇനി മേലാൽ പിങ്കി മോളെ കുറ്റപ്പെടുത്താനോ അവളെ മനസ്സ് വിഷമിപ്പിക്കാനോ നിന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ നന്ദയോട് ദേഷ്യപ്പെടുന്നു. നന്ദയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. നന്ദ അവിടെ നിന്ന് ഇറങ്ങി പോവാം. അന്തേക്കും ചെറിയൊരു വിഷമം വന്നിട്ട് കേട്ടോ ഗൗതത്തിനത് കാണുമ്പം. അന്നേരം ഗൗതം ഞാൻ ഡിസ്ചാർജ് ആയോ എന്ന് നോക്കട്ടെ എന്ന് പറയും. അന്നേരം വല്യമ്മ അതെ നമുക്ക് പോകണ്ടേ, പെട്ടെന്ന് പോയി നോക്കിയിട്ട് വായെന്ന് പറയും. ഗൗതം അങ്ങ് പോയി കഴിയുമ്പോഴേക്കും വല്യമ്മ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായേ, നീ എങ്ങനെയാണ് ഗീതുവിനെ കയ്യിലെടുത്തത് എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, വല്യമ്മ ഈശ്വരൻ എൻ്റെ കൂടെയാണ്, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിങ്കി. ഈ സമയം നമ്മുടെ ലക്ഷ്മിയെ കാണിക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് ആകെ ടെൻഷൻ, ഹോസ്പിറ്റലിൽ എന്തായി, എല്ലാം സക്സസ് ആയോ എന്നറിയാനുള്ള നല്ല ടെൻഷനിലാണ് ലക്ഷ്മി. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും നന്ദ അങ്ങോട്ട് കയറി വരും. അന്നേരം നന്ദയ്ക്ക് മുഖത്ത് ആകെ വിഷമാണല്ലോ. അന്നേരം എന്താ മോളെ, എന്താ സംഭവിച്ചത്, ഗീതു വന്നില്ലേ, സരോഗസി നടന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ തുരുതുരാ ചോദിക്കുവാണ്. അന്നേരം നന്ദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. അന്നേരം എന്താ മോളെ ഇനി സരോഗസി നടന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഗീതു വന്നില്ലേ എന്ന് പിന്നെയും ചോദിക്കുമ്പം ഗീതു വന്നില്ല, പക്ഷേ സരോഗസി നടന്നു എന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് മോളെ എന്ന് ചോദിക്കും. അന്നേരം നന്ദ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുവാണ്, ആരുടെ വയറ്റിലാണോ എൻ്റെ കുഞ്ഞ് പിറക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത്, ആ വയറ്റിൽ തന്നെ എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ എത്തിച്ചു എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പം ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ ലക്ഷ്മി. അപ്പോഴത്തേക്കും വല്യമ്മ താങ്ങി പിടിച്ചു, ആകെപ്പാടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുവരുവാണ് പിങ്കിയെ. പുറകെ നമ്മുടെ IPSകാരൻ ഗൗതമുണ്ട്. എന്നിട്ട് വന്നത് പയ്യെ കൊണ്ട് അങ്ങ് സോഫയിലേക്ക് ഇരുത്തുക. മോളെ പയ്യെ ഇരിക്കുക എന്ന് പറഞ്ഞാണ് ഇരുത്തുന്നത്. അന്നേക്കും അങ്ങോട്ട് മോഹിനിയും എല്ലാവരും വന്നുണ്ട്. അന്നേരം ആകെ ഇച്ചിരി ക്ഷീണത്തോടെയാണല്ലോ പിങ്കി കയറി വന്നെ. അതുപോലെ പിങ്കിനെ പയ്യെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇരുത്തുമൊക്കെ ചെയ്യുന്നു വല്യമ്മ. അന്നേരം ലക്ഷ്മി ചോദിക്കും, എന്താ സംഭവിച്ചത്, എന്താ പിങ്കിമോൾക്ക് എന്താ കുഴപ്പം? അന്നേരം ഗൗതത്തിനോട് ചോദിക്കും, ഗൗതം എന്താ നടന്നത് ഒന്ന് പറ എന്ന് പറയും. എന്തെങ്കിലും വല്യമ്മ പറയുന്നുണ്ട്, ലക്ഷ്മി നീ ഇങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട, സമാധാനത്തിൽ പറയാം, നിൻ്റെ പേരക്കുട്ടി ഇപ്പോൾ ഉള്ളത് പിങ്കിമോളുടെ വയറ്റിലാണ് എന്ന് പറയും, ഉദരത്തിലാണ് എന്ന് പറയും. അന്തേക്കും ലക്ഷ്മിക്കൊരു പെട്ടെന്നൊരു ഞെട്ടൽ, അയ്യോ അതിന് നന്ദമോൾക്ക് അതിന് സമ്മതമല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അന്നേരം വല്യമ്മ ചോദിക്കുവാണ്, അതിന് നന്ദയുടെ ഇഷ്ടത്തിനാണോ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഇതിനൊക്കെ ഈശ്വര നിശ്ചയം എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനി എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പ്രത്യേകിച്ച് ഗൗതത്തോടും നന്ദയോടും, ഇത്രയും ദിവസം നിങ്ങളുടെ മനസ്സിൽ വേറെ പല കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം. ഇന്ന് തൊട്ട് നിങ്ങളുടെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ വളരുന്നത്, അതുകൊണ്ട് അതിന് തക്കതായ സ്നേഹവും കെയറിങ്ങും എല്ലാം നിങ്ങൾ രണ്ടുപേരും പിങ്കിക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുവാണ്. അന്തേക്കും ആകെ വിഷമിച്ച് നിൽക്കുന്ന നന്ദ പെട്ടെന്ന് അങ്ങ് കയറിപ്പോവും. അന്നേരം വല്യമ്മ കണ്ടോ അവളുടെ ആ ദേഷ്യം ഭാവം ഇപ്പോഴേ കണ്ടോ ഗൗതം എന്ന് ചോദിക്കും. അന്നേരം എന്ത് കാണിച്ചു എന്നാണ് വല്യമ്മ ഈ പറയുന്നത്, ഇതെല്ലാം നടന്നതിൻ്റെ ഒരു ഷോക്കിലാണ് അവൾ. കുറച്ച് കഴിയുമ്പം ഇതെല്ലാം മറന്ന് അവൾ ഒരു നോർമൽ ആയിക്കോളും എന്ന് പറയും. അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട്, അതെ നന്ദമോൾക്ക് പ്രശ്നമൊന്നും കാണില്ല, നന്ദമോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗൗതമും ലക്ഷ്മി അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും വല്യമ്മ മോഹിനിയോട് പറയുന്നുണ്ട്, മോഹിനി പിങ്കിമോളെ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ എന്ന് പറയും. അന്നേരം ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് മോഹിനിയും പറയുന്നു. ഭയങ്കര സന്തോഷത്തിലാണ് വല്യമ്മ. മോളെ പയ്യെ വേണം കേട്ടോ എഴുന്നേക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആണ് പിങ്കിക്ക് ഭയങ്കര സന്തോഷം.
ഏതായാലും മുകളിലേക്ക് കയറി പോയല്ലോ നന്ദ. അത് കഴിഞ്ഞ് ആകെ വിഷമിച്ച് ബാക്കിലിങ്ങനെ പോയി ഓരോന്ന് ഓർത്ത് നിൽക്കുക. അന്തേക്കും ലക്ഷ്മി അങ്ങോട്ട് വരും. എന്നിട്ട് എന്താ നന്ദമോളെ ഇത്, ഏതായാലും നടക്കാനുള്ളത് നടന്നു. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ കുഞ്ഞല്ല അവളുടെ വയറ്റിലുള്ളത്. 9 മാസവും 9 ദിവസവും മാത്രമേ ആ കുഞ്ഞിനെ പിങ്കിയുടെ വയറ്റിൽ പിടിച്ചു വയ്ക്കാൻ പിങ്കിക്ക് കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരുമാണ്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഇങ്ങനെയല്ല ഞാൻ മനസ്സിൽ കരുതിയിരുന്നത്. ഞാൻ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണല്ലോ അമ്മ നടന്നത് എന്ന് പറയും. അന്നത്തേക്കും ഗൗതമും അങ്ങോട്ട് വരും. അപ്പം ഗൗതം ചോദിക്കുന്നുണ്ട്, എന്തിനാ നന്ദ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ കുഞ്ഞല്ലേ. 9 മാസം കഴിഞ്ഞാൽ അമ്മ പറഞ്ഞ പോലെ ആ കുഞ്ഞ് നമ്മുടെ കയ്യിലേക്കല്ലേ വരേണ്ടത് എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട്. അന്നേരം ലക്ഷ്മി പറയും, മോളെ നീ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. നീ ഇപ്പോൾ ഒരു അമ്മയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിൻ്റെ മനസ്സിൽ അതിൻ്റെ രീതിയിലുള്ള സ്നേഹവും എല്ലാം രൂപപ്പെടണം. അതുപോലെ പിങ്കിയെ നീ ആ രീതിയിലേ കാണാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കുറേയൊക്കെ ഉപദേശിക്കും. നീ വിഷമിക്കൊന്നും വേണ്ട, ഈ ലോകം മൊത്തം എതിർത്ത് നിന്നാലും നിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. 9 മാസം കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ അവകാശം നിനക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഗൗതം, അതേ നന്ദ, ഇതിപ്പം നമ്മൾ എന്തെങ്കിലും ആരോപണം പിങ്കിയുടെ നേരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിനെ കൂടിയാണ് ബാധിക്കുന്നത് എന്ന് നീ അറിയണമെന്ന് ഗൗതം പറയുന്നുണ്ട്. മിക്കവാറും ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും പിങ്കിയെ കയ്യിൽ കൊണ്ട് നടക്കുമായിരിക്കും ഗൗതം. ഇത് കണ്ട് നെഞ്ച് തകർന്ന് നിൽക്കും നമ്മുടെ നന്ദ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രഷർ കയറും. അങ്ങനെ ഗൗതത്തിൻ്റേതായ രീതിയിൽ ഗൗതവും കുറേ ഉപദേശിക്കും നന്ദയെ. അന്നേരം നന്ദ പറയുന്നുണ്ട്, ശരി ഞാൻ എല്ലാം മറന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒത്തിരി സങ്കടവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി നിർത്തുന്ന നന്ദയെ നമുക്ക് കാണാൻ സാധിക്കും. അന്നേരവും നന്ദ പറയുന്നുണ്ട്, ഈശ്വരൻ ഈ ഒരു കാര്യത്തിലും എനിക്കിത്തിരി മനസ്സമാധാനം തന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പാവം തോന്നും കാണുമ്പം. എന്തെങ്കിലും ആട്ടെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യമ്മയാണ്. വല്യമ്മ ഏതൊക്കെ രീതിയിൽ പിങ്കിനെ നോക്കണമെന്ന് ഓരോരുത്തർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, അതിന് പിങ്കി മോളെ ഞങ്ങൾ ആരെയും നോക്കാതിരിക്കുമോ, ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം മോഹിനി പറയും, അത് തന്നെ, ഇതിപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഗുളിക കഴിക്കുന്ന പോലെ ഞങ്ങളെ അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മോഹിനിയും പറയും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, നന്ദയുടെ വയറ്റിലെ ആ കുഞ്ഞ് പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്ത് സങ്കടപ്പെട്ടെന്നറിയോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത്. ഈ ഇന്ത്യവരത്തിൻ്റെ അനന്തരാവകാശിയാണ് പിങ്കിയുടെ വയറ്റിലുള്ളത്. അതുകൊണ്ട് പിങ്കിയെ അതുപോലെ എല്ലാവരും കെയർ ചെയ്യണം എന്നൊക്കെ പറയും. അന്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ പവിത്ര കുറേ ജ്യൂസൊക്കെ ആയിട്ട് വരും, പല ഫ്ലേവറാട്ടോ. എന്നിട്ട് പറയും, വല്യമ്മ പറഞ്ഞതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു എന്ന് പറയും. അന്നേരം അയ്യോ ഇത് എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ പിങ്കിമോൾക്ക് വേണ്ടിയാന്ന് പറയും. എന്നിട്ട് ഇത് ഇത്തിരി ഓവറായ കെയറിങ് ആണല്ലോ. ഇത് കാണുന്ന മോഹിനിക്കും ലക്ഷ്മിക്കും ഇത്തിരി ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് അവർ മുഖത്ത്. അന്തേക്കും സ്റ്റെപ്പ് ഇറങ്ങി സ്പീഡിൽ ഇറങ്ങി വരുമോ പിങ്കി. അന്തേക്കും വരുമ്പോൾ, ഈശ്വര എൻ്റെ മോളെ നീ ഇത് എന്നതാ ഈ കാണിക്കുന്നത്, ഇങ്ങനെയൊന്നും നടക്കരുത്, പയ്യേ നടക്കാവുള്ളൂ എന്ന് പറയും. അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല വല്യമ്മയെന്ന് പിങ്കി പറയും. അന്നേരം മോൾ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം, എന്താ ഇവിടെ ഇരിക്കാന്ന് അവനെ പിടിച്ചിരുത്തും. എന്നിട്ടൊരു ജ്യൂസൊക്കെ കയ്യിലെടുത്ത് കൊടുക്കുവാണ്. അന്നേരം പറയുന്നുണ്ട്, മോളുടെ വയറ്റിൽ ഈ ഇന്ത്യവരത്തിൻ്റെ അനന്തരാവകാശമുണ്ട്, മോളത് മറന്നു പോകരുത് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പം മോഹിനി ചോദിക്കും, അതങ്ങ് ഉറപ്പിച്ചോ? കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, സരോഗസി നടന്നാൽ അന്നേരം പ്രഗ്നൻ്റ് ആകുമൊന്നുമില്ല, അതിന് ഇത്തിരി സമയമെടുക്കും, ചിലപ്പം നടന്നില്ലെന്നും വരാമെന്നൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറയും. അന്നേരം പവിത്ര, അതെ ഞാനും വായിച്ചിട്ടുണ്ടെന്ന് പറയുവാണ്. അന്നേരം ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് പിങ്കിക്ക്. എന്തെങ്കിലും വല്യമ്മ അവലക്ഷണം കെട്ട രീതിയിൽ സംസാരിക്കരുത്, ഈ വീട്ടിൽ എല്ലാവരും പോസിറ്റീവായ രീതിയിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ, അതെങ്ങനെയെങ്കിലും നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഗർഭിണി ആകിയല്ല പോലും, അങ്ങനെ വായിച്ചിട്ടുണ്ട് പോലും, ഇനി ഈ രീതിയിൽ ഇവിടെ സംസാരിച്ചേക്കരുത്, പിങ്കി മോളിലെ മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാവുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ ജ്യൂസ് ഒരെണ്ണെടുത്ത് കൊടുക്കുന്നു. പിങ്കി അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് നന്ദയും ഗൗതവും കൂടെ വന്നെ. നന്ദയെ കാണുന്നത് പിങ്കിക്ക് അങ്ങ് വിക്ക് കൂട്ടോ. അന്നേരം എന്ത് പറ്റി മോള് വിക്കിയിലോ, ഇനിയിപ്പോൾ വേണ്ട കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കും വല്യമ്മ. അന്നേരം മോഹിനി പറയുന്നുണ്ട്, എന്തോ മനസ്സിലോർത്തു, അതോ നന്ദയും ഗൗതവും കൂടെ വന്നത് കണ്ടിട്ടാണ് വിക്കിയത് എന്ന് വയ്ക്കും. എന്തെങ്കിലും വല്യമ്മ, ഞാൻ ഇനി എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞേക്കാം, പിങ്കി മോൾക്ക് സമാധാനം കൊടുക്കുന്ന കാര്യങ്ങളെ ഈ വീട്ടിൽ നടക്കാവുള്ളൂ, അവൾക്ക് മനസ്സമാധാനക്കേട് ആരും ഉണ്ടാക്കിയേക്കരുത് എന്ന് പറയും. എന്തെങ്കിലും നന്ദ ചോദിക്കും, വല്യമ്മ എന്താ ഉദ്ദേശിച്ചത്, എന്നെയാണോ ഈ മനസ്സമാധാനക്കേടായിട്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, കേട്ടോ ഗൗതം സാർ, നമ്മുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പിങ്കിക്ക് എന്നെ കാണുമ്പം മനസ്സമാധാനക്കേടാണെന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് നന്ദ ചോദിക്കും. അന്തേക്കും പിങ്കി, അങ്ങനെ ഞാൻ പറഞ്ഞോ, ഞാൻ പറയാത്ത കാര്യം എൻ്റെ തലയിൽ കയറ്റി വയ്ക്കാൻ വന്നേക്കരുത് നന്ദാന്ന് ഇത്തിരി ദേഷ്യത്തോടെ പറയുക. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ആരും ഒന്നും ആരുടെ തലയിൽ വെക്കാൻ വരുന്നില്ല, ആ രീതിയിൽ ആരും സംസാരിക്കുകയും വേണ്ട എന്ന് ഗൗതമും പറയുന്നുണ്ട്. അന്നേരം
അതിൻ്റെ കൂടെ ഗൗതം പറയുന്നുണ്ട്, നന്ദ ഇപ്പോൾ വന്നത് നിന്നോട് സംസാരിക്കാനാണെന്ന് പറയുമ്പോഴത്തേക്കും, വേണ്ട നന്ദ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെ പറഞ്ഞ് എന്നെ ടെൻഷനാക്കാൻ വരണ്ടെന്ന് പറയും. അന്നേരം എനിക്ക് സംസാരിക്കാനുള്ള കാര്യം കേട്ടേ പറ്റൂ, നീയല്ല വേറൊരാളെ എന്ന് പറഞ്ഞ് പയ്യെ പിങ്കിയുടെ വയറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ്. എന്നിട്ട് ആ വയറ്റിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെവി ചേർത്ത് വെക്കുവാണ് വയറ്റിലേക്ക്. അത് പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിങ്കി ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗൗതം ഭയങ്കര ഹാപ്പിയായിട്ട് നന്ദയെ നോക്കുക. ഇത് നേരെ തിരിച്ച് ഗൗതമാണ് ചെയ്തിരുന്നെങ്കിൽ പിങ്കിയുടെ മനസ്സ് നിറഞ്ഞേനെ, ഇപ്പം തന്നെ പ്രഗ്നൻ്റ് ആയേനെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.